വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാന്റ് പാത്തോളജി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന പ്ലാന്റ് പാത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റിന്റെ പേരാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്ലാന്റ് പാത്തോളജിയുടെ പ്രിൻസിപ്പിളും ദെൻ നെക്സ്റ്റ് സിംറ്റംസ് എന്താണ്, ഓരോ ടൈപ്പ് സിംറ്റംസും ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്യാപ്സ്യൂൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നത്. സോ നമുക്ക് ഓരോ സയന്റിസ്റ്റും അവയുടെ കോൺട്രിബ്യൂഷനും ഞാൻ വളരെ ചുരുക്കിയിട്ട് ഇവിടെ ഒരു ടേബിൾ വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ആന്റോൺ ഡി ബേറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്ലാന്റ് പാത്തോളജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, പ്ലാന്റ് പാത്തോളജിയുടെ ഫാദർ ആണ് ആന്റോൺ ഡി ബേറി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളത് പൊട്ടറ്റോയിൽ വരുന്ന ഒരു ഡിസീസ് ആയിട്ടുള്ള ലേറ്റ് ബ്ലൈറ്റ് ആണ്. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ അത് കോസ് ചെയ്യുന്നത് ഒരു വാട്ടർ മോൾഡ് ആയിട്ടുള്ള, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാട്ടർ മോൾഡ് ആണ് കേട്ടോ. അതൊരു ട്രൂ ആയിട്ടുള്ള ഫംഗസ് അല്ല. ഓക്കെ, ട്രൂ ആയിട്ടുള്ള ഫംഗസ് അല്ല. അദ്ദേഹം അതിലാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്, ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോയിലാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അദ്ദേഹം പ്ലാന്റിൽ ഡിസീസസ് കോസ് ചെയ്യുന്നത് ഫംഗസ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫംഗസ് പ്ലാന്റിൽ ഡിസീസസ് കോസ് ചെയ്യാമെന്നും അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പാരാസൈറ്റിസം എന്നുള്ള ടേം എസ്റ്റാബ്ലിഷ് ചെയ്തു. പാരാസൈറ്റിസവും സാപ്രോഫൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻഷിയേഷനും, കൂടാതെ ഈ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റസ്റ്റ് ഡിസീസ് ഉണ്ടല്ലോ, ആ ഒരു റസ്റ്റിന്റെ, പക്സീനിയ ഒരു എക്സാമ്പിൾ ആണ്, ആ ഒരു റസ്റ്റിന്റെ ലൈഫ് സൈക്കിളും ഇദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ആന്റോൺ ഡി ബേറി. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് റോബർട്ട് കോച്ച്. ഇതിൽ നിങ്ങളുടെ സിലബസിൽ കോച്ചിന്റെ പോസ്റ്റുലേറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലാന്റ് പാത്തോളജിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത ക്ലാസ്സുകളായിട്ട് പഠിക്കാം. അദ്ദേഹം ബാക്ടീരിയൽ ഡിസീസസിലാണ് റോബർട്ട് കോച്ച് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് പാത്തോജനിസിറ്റിയെ പ്രൂവ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ്സ് വൈറസിന് ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അത് ഒരു ഡീമറിറ്റ് ആയിട്ടും പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് മിട്രി ഇവാനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത് ഡിസ്കവേർഡ് ഫിൽട്ടറബിൾ ഇൻഫെക്ഷ്യസ് ഏജന്റ്. അതായത് ഈ ഒരു ഫിൽട്ടറബിൾ ഇൻഫെക്ഷ്യസ് ഏജന്റ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി വൈറസിന്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഫിൽട്ടറബിൾ എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്ടീരിയനേക്കാളും ഈ ഒരു പാത്തജൻ എന്ന് പറയുന്നത് ബാക്ടീരിയനേക്കാളും ചെറുതാണ്. ഓക്കെ, ബാക്ടീരിയനേക്കാളും ചെറുതാണ്. പക്ഷെ അവ ഫിൽട്ടർ ചെയ്തിട്ട്, അതായത് ആ ഒരു ബാക്ടീരിയ പോലെയുള്ള ആ ഒരു സാധനത്തെ നോർമലി ട്രാപ്പ് ചെയ്യുന്നത് ഫിൽട്ടർ യൂസ് ചെയ്തിട്ടാണ്. സോ ലേറ്റർ ആയിട്ട് കണ്ടുപിടിച്ചു ആ ഒരു ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഇൻഫെക്ഷ്യസ് ഏജന്റ് എന്ന് പറയുന്നത് ബാക്ടീരിയ അല്ല, അതൊരു വൈറസ് ആണ്. ഓക്കെ, ഫിൽട്ടറബിൾ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് വൈറസസിന്റെ എവിഡൻസ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മിട്രി ഇവാനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളത് ടുബാക്കോ മൊസൈക്ക് ഡിസീസ് ആണ്. ഓക്കെ, മൊസൈക്ക് വൈറസ് ആണ് അല്ലെ, വൈറസ് ആണ്. നെക്സ്റ്റ് ആണ് മാർട്ടിനസ് വില്യം ബേജർനിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഫൗണ്ടർ ഓഫ് വൈറോളജി. ഓക്കെ, ഫാദർ ഓഫ് പ്ലാന്റ് പാത്തോളജി ആന്റോൺ ഡി ബേറി ആണ്, ഫൗണ്ടർ ഓഫ് വൈറോളജി ബേജർനിക് ആണ്. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചത് കോണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറയുന്ന, അതാണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വൈറോളജിയിൽ. അതായത് ടൊബാക്കോ മൊസൈക്ക് ഡിസീസിലാണ് അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളത്. വൈറസ് എന്താണ്? വൈറസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. ഭയങ്കര ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള, കോണ്ടാജിയസ് ആയിട്ടുള്ള വൈവം ഫ്ലൂയിഡ്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് വൈറസ്. അതൊരു ബാക്ടീരിയ അല്ല, വൈറസ് വേറെ തന്നെയുള്ള ഒരു ഫോം ആണ് എന്ന് മാർട്ടിനസ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വരുന്ന സയന്റിസ്റ്റ് ആണ് എർവിൻ ഫ്രിങ്ക് സ്മിത്ത് എന്ന് പറയുന്നത് ബാക്ടീരിയൽ പ്ലാന്റ് പാത്തോളജിയുടെ ഫാദർ ആണ് കേട്ടോ. ജസ്റ്റ് പ്ലാന്റ് പാത്തോളജി കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് ആന്റോൺ ഡി ബേറി ആണെങ്കിൽ ബാക്ടീരിയൽ പ്ലാന്റ് പാത്തോളജി എർവിൻ ഫ്രിങ്ക് സ്മിത്ത് ആണ്. അദ്ദേഹം ക്രൗൺ ഗോൾ ഡിസീസിലാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. പ്ലാന്റ് ഡിസീസ് കോസ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് തിയോഡർ ഓ ഡൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് വൈറോയിഡ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഡൈനർ ആണ് വൈറോയിഡ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളത് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിലാണ്. അപ്പൊ ഒരു വൈറോയിഡ്, അതിന്റെ ഒക്കെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി എന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറസ്, വൈറോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്രോബയോളജി പ്ലേലിസ്റ്റ് ആയിട്ട്. അപ്പൊ ഈ ഒരു വൈറോയിഡ് എന്ന് പറയുന്നത് നേക്കഡ് ആയിട്ടുള്ള RNA കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹെറോൾഡ് ഹെൻറി ഫ്ലോറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പാത്തോളജി കോൺട്രിബ്യൂഷൻ ആണ് ജീൻ ഫോർ ജീൻ ഹൈപ്പോത്തിസിസ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ, എല്ലാ ഹോസ്റ്റ് പ്ലാന്റിലും ഒരു റെസിസ്റ്റന്റ് R ജീൻ ഉണ്ടായിരിക്കും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാത്തജൻസിൽ
ഒരു അവിറുലൻസ് ജീൻ ഉണ്ടായിരിക്കും. അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ അതിൽ ഏതെങ്കിലും ഒന്ന് ആബ്സെന്റ് ആയാലാണ് ഡിസീസ് കോസ് ചെയ്യുന്നത് എന്നാണ് സിമ്പിൾ ആയിട്ട് ജീൻ ഫോർ ജീൻ ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളത് ഫ്ലാക്ക് റെസ്റ്റിലാണ്. അപ്പം ഈ ഒരു ഇന്ററാക്ഷൻ അത് റെസിസ്റ്റൻസ് ജീനും അവിറുലൻസ് ജീനും, റെസിസ്റ്റൻസ് ഹോസ്റ്റ് പ്ലാന്റിലും അവിറുലൻസ് ജീൻ എന്ന് പറയുന്നത് പാത്തോജൻസിലും കാണുന്ന ജീനാണ്. അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴിയാണ് ഡിസീസ് ഉണ്ടാകുന്നത് എന്നാണ് ഹെറോൾഡ് എൻട്രി ഫ്ലോർ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇസി സ്റ്റേക്ക്മാൻ ആണ് ഫിസിയോളജിക്കൽ റേസസ് കണ്ടുപിടിച്ചു. അതായത് ഇപ്പം വീറ്റ് റെസ്റ്റ്, ആ ഒരു വീറ്റ് റെസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തജൻസ് ഉണ്ടായിരിക്കല്ലോ, അവയ്ക്ക് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം എന്താ ഈ ഒരു റെസ്റ്റ് ഉണ്ടാക്കുന്ന അതായത് വീറ്റ് തന്നെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ, ആ ഒരു പല വെറൈറ്റീസ് ഓഫ് വീറ്റിന് എന്താ ഡിസീസ് കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വെറൈറ്റീസോ അല്ലെങ്കിൽ പല സ്ട്രെയിൻസ് ഓഫ് റെസ്റ്റ് ഉണ്ട്. സെയിം ഓർഗാനിസം തന്നെ അവയുടെ പല സ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. അതാണ് പാത്തജന്റെ വേരിയബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റേക്ക്മാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം ലൂയിസ് പാസ്റ്റർ ആണ് ജേം തിയറി ഓഫ് ഡിസീസ് കണ്ടുപിടിച്ചു. മൈക്രോ ഓർഗാനിസത്തിൽ സ്റ്റഡി ചെയ്തിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പ്ലാന്റ് പാത്തോളജി എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു ആന്റോൺ ഡി ബേരി ആണ് പ്ലാന്റ് പാത്തോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പ്ലാന്റ് പാത്തോളജി, അതിൽ എന്തിനെ കുറിച്ചൊക്കെയാണ് സ്റ്റഡി ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആ ഒരു എന്താ ആ ഒരു മോഡലാണല്ലോ ഇപ്പൊ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയാസ് ആണ് ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് ഒക്കെ. അപ്പൊ പ്ലാന്റ് പാത്തോളജി എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഡിസീസിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പൊ അതിലെ മെയിൻ ആയിട്ട് പറയുന്നത് ആ ഒരു പ്ലാന്റ് ഡിസീസിന്റെ കോസസ്, അതിൽ കോസ് ചെയ്യുന്ന ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. അവയിൽ ഏതാണ് അവയുടെ കോസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡിസീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെക്കാനിസം ഏതാണ്, ഹോസ്റ്റും പാത്തജനും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആ ഒരു ഡിസീസ് പ്ലാന്റ് ഗ്രോത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇഫക്റ്റ് എന്താണ്, ആ ഒരു ഡിസീസിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു പ്ലാന്റ് പാത്തോളജിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ പ്ലാന്റ് ഡിസീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ന്. അപ്പൊ എന്താണ് ഒരു പ്ലാന്റ് ഡിസീസ് എന്നും കൂടി നോക്കാം. മാൾ ഫങ്ഷനിങ് പ്രോസസ് ഇൻ പ്ലാന്റ് സെൽസ് ആൻഡ് ടിഷ്യൂസ് കോസ്ഡ് ബൈ കണ്ടിന്യൂസ് ഇറിറ്റേഷൻ. ഞാൻ അതിനെ റെഡ് മാർക്ക് വെച്ച് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് പ്ലാന്റ് ഡിസീസ് അല്ലെങ്കിൽ പ്ലാന്റ് പാത്തോളജി എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസം കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെല്ലിനെയോ ടിഷ്യൂസിനെയോ കണ്ടിന്യൂസ് ആയിട്ട് മാൾ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ, ഒരു പാത്തജൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്ലാന്റിൽ ചില സിംറ്റംസ് ഉണ്ടായിരിക്കും. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് സിംറ്റംസ് വരുമ്പോഴാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മളൊരു പ്ലാന്റ് ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ് ഡിസീസ് എന്ന് പഠിക്കാം. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആക്ച്വലി പ്രിൻസിപ്പിൾ തന്നെയാണ് കേട്ടോ. ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള ബേസിൽ നിങ്ങളുടെ സിലബസിൽ സിംറ്റംസും പിന്നെ കൂടാതെ ഒരു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സും ആണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഇത് പ്രിൻസിപ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. ഒന്നാമത്തത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഓക്കെ, പ്ലാന്റ് പാത്തോളജി അല്ലെങ്കിൽ ഒരു ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവർ ടൈം ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഡിസീസ് അല്ല, മുറിഞ്ഞു പോകുക എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഡിസീസ് അല്ല, അതേപോലെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല ഒരു പ്ലാന്റ് ഡിസീസ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. രണ്ടാമത്തത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോസ് ഉണ്ടായിരിക്കും. അതായത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ബയോട്ടിക് എന്ന് പറയുമ്പോൾ ലിവിങ് ആയിട്ടുള്ള ഫംഗസ്, ബാക്ടീരിയ, വൈറസസ്, നെമറ്റോഡ്സ്, പ്രോട്ടോസോവ പോലെയുള്ള അങ്ങനെയുള്ള പാത്തജൻസ് കോസ് ചെയ്യുന്നതാണെങ്കിൽ അതാണ് ബയോട്ടിക് ആയിട്ടുള്ള കോസസ്. അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്ട്രെസ്സസ് ഉണ്ടാവില്ലേ, ടെമ്പറേച്ചർ, കോൾഡ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കോസസ്, അതാണ് കോസസ് എങ്കിൽ അതാണ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഇതാണ് മെയിൻ പ്രിൻസിപ്പിൾ ട്ടോ. അതിനൊരു സ്പെസിഫിക് കോസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസ്, അതായത് ഒരു പ്ലാന്റ് ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ അവ മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസിനെ എഫക്ട് ചെയ്യും. ക്ലോറോസിസ് പഠിച്ചിട്ടുണ്ട്, ക്ലോറോഫിൽ
ന്യൂട്രിഷ്യൽ കണ്ടന്റ് കുറയുന്നു, എഫക്ട്സ് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, മെറ്റബോളിസം എന്നീ ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ ഒരു പ്ലാന്റ് ഡിസീസ് ഡിസ്റ്റർബ് ചെയ്യുന്നു. ദെൻ വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസിന് എക്സാമ്പിൾസ് ആണ് ക്ലോറോസിസ്, നെക്രോസിസ്, വിൽട്ടിങ്, ഗോളി എന്നൊക്കെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഹോസ്റ്റ് സ്പെസിഫിസിറ്റി ആണ്. അതായത് പാത്തജൻസ്, ബയോട്ടിക് ആയിട്ടുള്ള പാത്തജനിക് ആയിട്ടുള്ള ഏജൻസ് സ്പെസിഫിക് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിനെ മാത്രമേ അത് ഇൻഫെക്ട് ചെയ്യുള്ളൂ. ഇൻഫെക്ഷസും നോൺ ഇൻഫെക്ഷസും ആയിട്ടുള്ള ഏജൻസ്, അതായത് ബയോട്ടിക്സ് എന്ന് പറയുന്നത് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബയോട്ടിക് ആണെങ്കിൽ ഡിസീസസ് സ്പ്രെഡ് ചെയ്യും, അബയോട്ടിക് ആണെങ്കിൽ ഡിസീസസ് എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ചെയ്യില്ല, നോൺ ഇൻഫെക്ഷസ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. നെക്സ്റ്റ് ഡിസീസ് ട്രയാങ്കിൾ ഇൻവോൾവ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആണ് ഡിസീസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസീസ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഹോസ്റ്റ് ആവശ്യമാണ്, ഒരു പാത്തജൻ ആവശ്യമാണ്, ഒരു എൻവയോൺമെന്റ് ആവശ്യമാണ്. ഇതാണ് 3 ട്രയാങ്കിൾസ്. ഓക്കെ, ആ ഒരു ഹോസ്റ്റും പാത്തജനും എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് വഴിയാണ് ഒരു ഡിസീസ് ഉണ്ടാകുന്നത്. ആ ഒരു തിയറിയാണ് ഡിസീസ് ട്രയാങ്കിൾ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് സോയിൽ എഫക്ട് സെവറിറ്റി, അതായത് സിവിയറിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, സോയിൽ അതാണ് മെയിൻ ആയിട്ട് പ്ലാന്റ് പാത്തോളജിയെ അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. നെക്സ്റ്റ് ജനറ്റിക് ബേസിസ് ആണ്. ജനറ്റിക് ബേസിസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഇൻ ഹോസ്റ്റ്, അതായത് ഹോസ്റ്റ് വിറുലൻസ്, ജീൻ ഫോർ എ ജീൻ എന്നുള്ള ആ ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, അതായത് ഹോസ്റ്റിലുള്ള റെസിസ്റ്റൻസും പാത്തോജനൻസിലുള്ള വിറുലൻസും ജീൻസ് കൺട്രോൾ ചെയ്യുന്നതാണ്. ഈ 2 ജീൻസിനെയും കൺട്രോൾ ചെയ്യാൻ ഓരോ ജീനും ഓരോന്നിലും ഉണ്ട്. നെക്സ്റ്റ് ടൈം ഫാക്ടർ ആണ്. ഓക്കെ, ഡിസീസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ടൈം ആവശ്യമാണ്. ഡിസീസ് പ്രോഗ്രഷൻ എന്നാണ് ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് പ്ലാന്റ് പാത്തോളജിയുടെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് സിംറ്റംസ് ആണ്. എന്താണ് സിംറ്റംസ്, അവയുടെ ടൈപ്സും ആണ് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പം സിംറ്റം എന്ന് പറയുന്നത് 2 രീതിയിലാകാം. എക്സ്റ്റേണൽ ആയിട്ടുള്ള സിംറ്റംസും ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള സിംറ്റംസും ഉണ്ട്. ഓക്കെ, ഒരു ഡിസീസ് കണ്ടീഷനിൽ പ്ലാന്റിൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇന്റേണൽ എന്നൊക്കെ പറയുമ്പോൾ നോർമൽ ആയിട്ട് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ്, നമ്മൾ റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ് പോലെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ബയോകെമിക്കൽ ഫംഗ്ഷൻസിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. നെക്രോസിസ് എന്നൊക്കെ പറയുമ്പോൾ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്താ ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചറിലൊക്കെ ഉള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റിഫ്ലെക്സ് ഹോസ്റ്റ് റെസ്പോൺസ്, നോട്ട് ദ പാത്തജൻ ഇറ്റ്സെൽഫ്. അതായത് ഒരു സിംറ്റം എന്ന് പറയുമ്പോൾ അത് പാത്തജന്റെ കാരണം കൊണ്ട് മാത്രമല്ല സിംറ്റംസ് ഉണ്ടാകുന്നത്. ഒരു പാത്തജൻ അകത്ത് കയറി കഴിഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം പ്ലാന്റിൽ വർക്ക് ചെയ്യലോ, ആ ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ റെസ്പോൺസും കൂടി ഒരു പ്ലാന്റിൽ കാണുന്ന സിംറ്റംസിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ, പാത്തജന്റെ എന്താ ഡിസീസ് കോസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഒരു പാത്തജൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് കാണിക്കുന്ന റെസ്പോൺസസും കൂടി സിംറ്റംസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സിംറ്റംസ് വിസിബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ റിഫ്ലക്സും സിംറ്റംസും ഉണ്ടായിരിക്കും. ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോളജിക്കൽ സെല്ല് ബേസിസ് ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള സിംറ്റംസും ഉണ്ടായിരിക്കും. അപ്പം സിംറ്റമും സൈനും ആ 2 ടേംസ് എന്ന് പറയുന്നത്, സിംറ്റം എന്ന് പറയുന്നത് പ്ലാന്റിലുള്ള റിയാക്ഷൻ ആണ്. പ്ലാന്റിൽ കാണിക്കുന്ന മാറ്റങ്ങളെയാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. സൈൻ എന്ന് പറയുന്നത് പാത്തജന്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ സിംറ്റംസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിക് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ പാത്തോളജി ടെക്സ്റ്റുകളിലൊക്കെ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലൊക്കെ ഒരു സിംറ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ, ഒന്ന് ഏത് ടിഷ്യൂനെയാണ് എഫക്ട് ചെയ്യുന്നത്, നേച്ചർ ഓഫ് ടിഷ്യൂ എഫക്റ്റഡ്, ദെൻ ടൈപ്പ് ഓഫ് ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസ്, ഏത് ടൈപ്പ് ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസ് ആണ് നടന്നിട്ടുള്ളത്, ഗ്രോത്ത് റെസ്പോൺസ്, അതായത് ആ ഒരു ഗ്രോത്ത് സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയോ അല്ലെങ്കിൽ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് സിംറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് സിംറ്റംസ് ഉള്ളത്, നെക്രോട്ടിക് സിംറ്റംസ് ഉണ്ട്, അതെന്താണെന്നും അതിന്റെ അണ്ടറിൽ വരുന്ന കുറെ സിംറ്റംസ്, സബ് സിംറ്റംസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കും. രണ്ടാമത്തത് ഹൈപ്പർട്രോപ്പിക് അല്ലെങ്കിൽ ഹൈപ്പർപ്ലാസ്റ്റിക് സിംറ്റംസ്, ഹൈപ്പോപ്ലാസ്റ്റിക് സിംറ്റംസ്, ഡിസ്കളറേഷൻ സിംറ്റംസ്, വിൽട്ട് സിംറ്റംസ്, മാൾഫോർമേഷൻ സിംറ്റംസ്. അപ്പൊ ഈ ഒരു 6 സിംറ്റംസ് ആണ് മെയിൻ ആയിട്ട് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇതിന്റെ സബ് ആയിട്ട് വരുന്ന ബാക്കിയുള്ള സിംറ്റംസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.
സോ ഒന്നാമത്തേതെന്ന് പറയുന്നത് നെക്രോട്ടിക് സിംറ്റം ആണ് അല്ലേ. അപ്പൊ എന്താണ് നെക്രോട്ടിക് സിംറ്റം? അതിന്റെ ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്. സിംറ്റംസ് കോസ്ഡ് ബൈ ഡെത്ത് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്ലാന്റ് സെൽസ് ഓർ ടിഷ്യൂസ്, അല്ലെങ്കിൽ പ്ലാന്റ് സെൽസിന്റെയോ ടിഷ്യൂസിന്റെയോ ഡെത്ത് ആൻഡ് ബ്രേക്ക് ഡൗൺ ആണ്. അതിന് കാരണം പാത്തോജൻസിന് ഉണ്ടാക്കുന്ന ചില ടോക്സിൻസോ അല്ലെങ്കിൽ ചില എൻസൈംസോ അല്ലെങ്കിൽ സിവിയർ ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസോ ആയിരിക്കും. അപ്പം നെക്രോട്ടിക്കിന്റെ ആ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ സെല്ല് ഡെത്ത് ആണ് അല്ലെ. സെൽ ഡൈ ലോക്കലി ഓവർ ലാർജ് ഏരിയാസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏരിയാസിൽ സെല്ല് ഡെത്ത് ആകാം, അല്ലെങ്കിൽ ലാർജർ ഏരിയാസിലും സെല്ല് ഡെത്ത് ആകുന്നതിനെയാണ് നെക്രോട്ടിക് സിംറ്റം എന്ന് പറയുന്നത്. ആ ഡെത്ത് ആയ റീജിയൻസിലുള്ള ടിഷ്യൂസ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ ചില കേസിൽ വാട്ടറി ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു സിട്രസ് കാങ്കർ ഒക്കെ കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഊസൗട്ട്സ് ആണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കേസിൽ ടിഷ്യൂസ് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡ്രൈ ആകാം, അല്ലെങ്കിൽ വാട്ടറി ആവാം. ദെൻ മെയിൻ ആയിട്ട് ഈ ഒരു നെക്രോട്ടിക് സിംറ്റംസ് കോസ് ചെയ്യുന്നത് ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഏജൻസ് ആണ്. ഓക്കെ, ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ പാത്തോജൻസ് ആണ്. അപ്പൊ ഈ ഒരു നെക്രോട്ടിക് സിംറ്റംസിൽ നമ്മൾ പഠിക്കാനുള്ള കുറെ എക്സാമ്പിൾസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇതെല്ലാം. അതേപോലെ തന്നെ അവയുടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള റീസൺസും പഠിച്ചു വെക്കുക. അപ്പൊ ലീഫ് സ്പോട്ട്, ഇതാണ് ലീഫ് സ്പോട്ട് എന്ന് പറയുന്നത്. സ്മോൾ സർക്കുലർ ആയിട്ടുള്ള ഡെഡ് ലേഷൻസ് ആയിരിക്കും. ചെറിയ ചെറിയ പോർഷൻസിൽ ഡെഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിനൊരു എക്സാമ്പിൾ ആൾട്ടർനേരിയ ലീഫ് സ്പോട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലാന്റ് ബേസ് ചെയ്തിട്ട് അവ കോസ് ചെയ്യുന്ന പാത്തോജൻസും അവയുടെ സിംറ്റംസും ഒക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. രണ്ടാമത്തത് ബ്ലൈറ്റ് ആണ്. ബ്ലൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്നാണ്, ലാർജ് പ്ലാന്റ് പാർട്ടിന്റെ ആണ്. സ്മോൾ ആണെങ്കിൽ ലീഫ് സ്പോട്ട് ആണ്. ലാർജ് പ്ലാന്റ് പാർട്ട് പെട്ടെന്ന് ഡെഡ് ആവുകയാണെങ്കിൽ അതാണ് ബ്ലൈറ്റ്, കരിഞ്ഞു പോകും. അതിന് എക്സാമ്പിൾ ലീഫ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോയും ലീഫ് ബ്ലൈറ്റ് ഒക്കെ ഉണ്ട്. ഈ പാഡിയിലുള്ള ലീഫ് ബ്ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദെൻ കാങ്കർ എന്ന് പറയുമ്പോൾ സിട്രസ് കാങ്കർ ആണ്. ഏറ്റവും എക്സാമിന് ചോദിക്കുന്നത് സിട്രസ് സ്പീഷ്യസിൽ അല്ലെങ്കിൽ നാരങ്ങയിലൊക്കെ വരുന്നതാണ്. അപ്പം ഇത് മെയിൻ ആയിട്ട് സങ്കൺ ഡെഡ് ലീഷൻസ് ഓൺ ദ സ്റ്റെം, ഫ്രൂട്ടിലും ഉണ്ടാകും. സ്റ്റെമ്മിൽ മാത്രമല്ല ഫ്രൂട്ടിലും ഉണ്ടാവും കേട്ടോ. ഫ്രൂട്ടിലും സ്റ്റെമ്മിലും ഉണ്ടാകുന്ന സങ്കൺ ആയിട്ടുള്ള കുറച്ച് കുഴിഞ്ഞു നിൽക്കുന്ന ഡെഡ് ആയിട്ടുള്ള ചില കുഴികളും ലേഷൻസ്, അവിടുന്ന് ചില പോർഷൻസ് ലൂസ് ഔട്ട് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അതാണ് കാങ്കർ. റോട്ട് എന്ന് പറയുന്നത് എന്താ? ചീഞ്ഞു പോവുക. ഓക്കെ, ഡീകമ്പോസിഷൻ ഓഫ് ടിഷ്യൂസ്. അത് സോഫ്റ്റ് റോട്ട് ആണ്. മെയിൻ ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചീഞ്ഞു പോകില്ലേ, അതാണ് റോട്ട് എന്ന് പറയുന്ന ഒരു സിംറ്റം. ദെൻ ഡൈബാക്ക് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ മാംഗോ ഡൈബാക്ക് ആണ്. അതായത് ടിപ്പിൽ നിന്ന് ബാക്ക്വേർഡ് ആയിട്ടായിരിക്കും മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ സെൽസ് ഒക്കെ ഡെഡായി വരിക. അതിനെയാണ് ഡൈ ബാക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്കോർഷ് ആണ്. സ്കോർഷിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ലീഫിന്റെ മാർജിൻസിൽ ഏതെങ്കിലും സൈഡ്സിലൊക്കെ ബേൺഡ് ആയിട്ടുള്ള കരിഞ്ഞു പോയ ചില അപ്പിയറൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് സ്കോർഷ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നെക്രോസിസ് ആണ്. ജനറൽ ആയിട്ടുള്ള ടിഷ്യൂ ഡെത്ത്, സാധാരണ രീതിയിൽ ടിഷ്യൂ ഡെഡ് ആവുന്നതിന് നെക്രോസിസ് എന്നും പറയുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തേതാണ് ഹൈപ്പർ ട്രോഫിക് അല്ലെങ്കിൽ ഹൈപ്പർ ബ്ലാസ്റ്റിക് സിംറ്റം എന്ന് പറയുന്നത്. മീനിങ് എന്ന് പറയുന്നത് സെല്ലിന്റെ സൈസ് അബ്നോർമൽ, ഹൈപ്പർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ലേ. സെല്ലിന്റെ സൈസ് കൂടുക അല്ലെങ്കിൽ സെല്ലിന്റെ നമ്പർ കൂടുക. ഓക്കെ, സെല്ലിന്റെ സൈസോ അല്ലെങ്കിൽ സെല്ലിന്റെ നമ്പറോ കൂടുക. സെല്ലിന്റെ സൈസ് കൂടുന്നതാണ് ഹൈപ്പർ ട്രോഫിക്, സെല്ലിന്റെ നമ്പർ കൂടുന്നതാണ് ഹൈപ്പർ പ്ലാസിയ അല്ലെങ്കിൽ ഹൈപ്പർ പ്ലാസ്റ്റിക്. അപ്പൊ ഓവർ ആയിട്ട് ഗ്രോത്ത് ചെയ്യുന്നതിനെയാണ് ഈ ഒരു സിംറ്റം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഹോർമോൺസ് ഇംബാലൻസ് ആണ്, അതായത് പാത്തജൻസ് കാരണം ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ ഒരു സിംറ്റംസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മെയിൻ ആയിട്ട് ലീഡ്സ് ടു സ്വെല്ലിങ്, ചില പോർഷൻസ് സ്വെല്ല് ചെയ്യും, അവിടെ അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്തോ അല്ലെങ്കിൽ ട്യൂമറിന്റെ ഫോർമേഷനോ ഉണ്ടായിരിക്കും. അപ്പൊ അവയിൽ വരുന്ന എക്സാമ്പിൾ ആണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഒരു ക്രൗൺ ഗോൾ ഡിസീസ് അല്ലെ. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഒക്കെ കോസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്രൗൺ ഗോൾ ഡിസീസ്. ട്യൂമർ ലൈക്ക് ആയിട്ടുള്ള സ്വെല്ലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനെ ഗോൾ എന്നാണ് പറയുന്നത്. ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സ്. ദെൻ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട്, നമ്മൾ ക്യാൻസറസ് അല്ലേ, നമ്മൾക്ക് പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന പോലെ പ്ലാന്റിലുള്ള ക്യാൻസേഴ്സിനെയാണ് ട്യൂമർ. അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെല്ലിന്റെ പ്രോലിഫറേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ലീഫ് കേൾ, അതായത് ലീവ്സിന്റെ ചില പോർഷൻസിൽ സെല്ലിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവിടെ കേളിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, കേളിംഗ് ആൻഡ് തിക്കനിങ് ഓഫ് ലീഫ് കേൾസ്. ദെൻ വിച്ചസ് ബ്രൂംസ് എന്ന് പറയുന്നത് ഷൂട്ട്, ചില സ്റ്റെമ്മിന്റെ ടിപ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ഡെൻസി ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു ബുഷി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാം ക്ലസ്റ്റർ പോലെയുള്ള ഒരു ഗ്രോത്തിനെയാണ് നമ്മൾ വിച്ചസ് ബ്ലൂം എന്ന് പറയുന്നത്. ദെൻ ഇനീഷ്യൻസി എന്ന് പറയുന്നത് ലീഫിന്റെ സർഫേസിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഔട്ട് ഗ്രോത്തുകൾ വരുന്നതാണ് ഇനീഷ്യൻസി എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തത്. Then next one ആണ് ഹൈപ്പോപ്ലാസ്റ്റിക് സിംറ്റം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഹൈപ്പറിന്റെ ഓപ്പോസിറ്റ് അല്ലേ, അതായത് പ്ലാന്റിന്റെ ഓർഗൻസ് അണ്ടർ ഡെവലപ്ഡ് ആവുക അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഗ്രോത്തിനെയാണ് ഈ ഒരു ഹൈപ്പോപ്ലാസ്റ്റിക് സിംറ്റം എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ കാരണം എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ സെല്ലിന്റെ ഇലോങ്ങേഷൻ നടക്കുന്നില്ല. ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ആണ് ഹൈപ്പോപ്ലാസ്റ്റിക് സിംറ്റംസിന് കാരണമാകുന്നത്. മെയിൻ ആയിട്ട് സ്റ്റെൻഡഡ് ഗ്രോത്ത് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് ഡ്വാർഫിംഗ് ആണ്, അതായത് ഓവറോൾ ആയിട്ട് ആ ഒരു പ്ലാന്റ് ഫുൾ ആയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യുക. നിങ്ങൾ ബനാനയിലൊക്കെ ആ ഒരു പ്ലാന്റയിലൊക്കെ പ്ലാന്റ് റെഡ്യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ദെൻ ചിലത് റോസറ്റ് ആണ്, അതായത് അതിന്റെ മുകളിലുള്ള ഒരു ക്ലസ്റ്റേഴ്സിലെ ഷോർട്ട് ഇന്റർനോഡ്സ്, അതായത് ഇന്റർനോഡ് എന്ത് ചെയ്യും, ചെറുതാവും. ഇന്റർനോഡ്സ് ചെറുതായി കഴിഞ്ഞാൽ ലീവ്സ് ഒക്കെ ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുന്നതിനെയാണ് റോസറ്റ് എന്ന് പറയുന്നത്. ദെൻ ലിറ്റിൽ ലീഫ് എന്ന് പറയുന്നത് ലീവ്സ് വലുതാകില്ല, ചെറിയ ചെറിയ മുരടിച്ച പോലത്തെ ലീവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ സ്റ്റണ്ടിങ് എന്ന് പറയുന്നത് എൻറ്റയർ പ്ലാന്റിന്റെ ഗ്രോത്ത് അവിടെ അങ്ങ് സ്റ്റോപ്പ് ആകുക, റെഡ്യൂസ്ഡ് ഗ്രോത്ത് ഓഫ് ദ എൻറ്റയർ പ്ലാന്റ്, സ്റ്റണ്ടിങ്, അവിടെ ഗ്രോത്ത് സ്റ്റോപ്പ് ആകുക. അപ്പൊ ആ ഒരു കണ്ടീഷൻ ആണ് ഹൈപ്പോപ്ലാസ്റ്റിക്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്കളറേഷൻ സിംറ്റം. ഓക്കെ, ഡിസ്കളറേഷൻ എന്ന് പറയുമ്പോൾ പിഗ്മെന്റേഷൻ, പ്ലാന്റ് ടിഷ്യൂസിലുള്ള പിഗ്മെന്റേഷനിലുള്ള അബ്നോർമാലിറ്റീസ് ആണ്. അത് മെയിൻലി ക്ലോറോഫില്ലിന്റെ ലോസ്, അതാണല്ലോ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലോറോഫില്ലിന്റെ ലോസോ അതിലുള്ള ആൾട്ടർനേഷനോ ആണ് കാരണമായിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു പിഗ്മെന്റേഷന് പ്രധാനമായിട്ടുള്ള കാരണം വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസിയോ ആണ്. തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ആണ് ഡിസ്കളറേഷന് കാരണമായിട്ടുള്ളത്. അവയുടെ എക്സാമ്പിൾ ഒന്ന് ക്ലോറോസിസ് ആണ്, അതായത് ക്ലോറോഫിലിന്റെ ലോസ്. അപ്പൊ ലീഫ് എന്ത് ചെയ്യും, യെല്ലോ കളർ ആയിട്ട് ഉണ്ടായിരിക്കും ക്ലോറോസിസ്. മൊസൈക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പപ്പായ മൊസൈക്ക് ഡിസീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതായത് ഒരു മൊസൈക്ക് പോലെ പാച്ചസ് ആയിട്ട് ലൈറ്റ് ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ കളർ ആയിട്ടുള്ള പാച്ചസ് പോലെയുള്ള മൊസൈക്ക് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടായിരിക്കും. ദെൻ വെയിൻ ക്ലിയറിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒക്രയിലൊക്കെയാണ്, വെണ്ടക്കയിലൊക്കെയാണ് വരുന്നത്. വെയിൻസ് ട്രാൻസ്പാരന്റോ അല്ലെങ്കിൽ പെയിൽ ആയിട്ടുള്ള ഒരു യെല്ലോ കളറൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ സ്ട്രീക്ക് എന്ന് പറയുന്നത് സ്റ്റെമ്മിലോ ലീവ്സിലോ ഒക്കെ ആയിട്ട് നാരോ, മെയിൻ ആയിട്ട് ലീവ്സിലാണ് ഇത് പിഗ്മെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു ലീവ്സിൽ ഡിസ്കളേർഡ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ലോങ് പാച്ചസ് ഉണ്ടായിരിക്കും. ദെൻ സ്ട്രൈപ്പ് എന്ന് പറയുമ്പോൾ ഡിസ്കളേർഡ് ആയിട്ടുള്ള കുറെ ബാൻഡ്സ് ആണ്. ഓക്കെ, പാച്ചസ് ആണെങ്കിൽ സ്ട്രീക്ക്, ബാൻഡ്സ് ആണെങ്കിൽ സ്ട്രൈപ്പ് എന്നും ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ആണ് വിൽട്ട് സിംറ്റം എന്ന് പറയുന്നത്. വിൽട്ട് സിംറ്റം എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ടെർജിഡിറ്റി ലോസ് ആകുക. ആ ഒരു വെള്ളം ഒന്നും കിട്ടാണ്ട് നിൽക്കുമ്പോൾ ഒരു പ്ലാന്റിന്റെ ടെർജിഡിറ്റി ലോസ് ആയിട്ട് പ്ലാന്റ് പാർട്ട് ഡ്രൂപ്പ് ഔട്ട് ചെയ്ത് കൊഴിഞ്ഞു പോകുന്നതിനെയാണ് വിൽട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് അവിടെ വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് നല്ല രീതിയിൽ നടക്കുന്നില്ല. അതിന് കാരണം ഒന്നുകിൽ സൈലം ബ്ലോക്കേജ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ വാട്ടർ ഇംബാലൻസ്. ഈ രണ്ട് കണ്ടീഷൻ കൊണ്ടാണ് വിൽട്ട് വരുന്നത്. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള വിൽട്ട്, നമ്മൾ വെള്ളം കൊടുത്താൽ ചിലപ്പം അത് വാട്ടർ ഇംബാലൻസ് ആണെങ്കിൽ വെള്ളം അപ്ലൈ ചെയ്താൽ അത് ഓക്കെ ആകും. ചില കേസിൽ സൈലത്തിന്റെ ബ്ലോക്കേജ് ആണെങ്കിൽ മേ ബി പെർമനന്റ് ആകാം. അതിന് എക്സാമ്പിൾ ഒന്ന് ഫ്യൂസാരിയം വിൽട്ട്, ടൊമാറ്റോയിലും ബനാനയിലും ഒക്കെ വരുന്നത് ഫ്യൂസാരിയം വിൽട്ട് ആണ്. ദെൻ ബാക്ടീരിയൽ വിൽട്ട് യൂഷ്വലി സൊളാനേഷ്യസ് ആയിട്ടുള്ള ക്രോപ്സിലാണ് വരുന്നത്. ലാസ്റ്റ് ആണ് മാൽഫോർമേഷൻ സിംറ്റം എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, പ്ലാന്റിന്റെ ഓർഗൻസിന്റെ സ്ട്രക്ചറിലോ ഷേപ്പിലോ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി. മെയിൻ ആയിട്ട് വൈറസിന്റെ ഇൻഫെക്ഷനും ഹോർമോണൽ ഇംബാലൻസും കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതായത് അവിടെ ഗ്രോത്ത് പാറ്റേൺസിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ചില കേസിൽ ലീവ്സ് ഒക്കെ ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഫ്രൂട്ട് ഒക്കെ എന്തൊക്കെയോ പോലെ പിടഞ്ഞിട്ടൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ, ഡീഫോംഡ് ആയിട്ടുള്ള നല്ല ഷേപ്പ് അല്ലാത്ത ഫ്രൂട്ടിന്റെ ഒക്കെ ഫോർമേഷൻ. ദെൻ ഫ്ലവേഴ്സിന്റെ ഡെവലപ്മെന്റ് അബ്നോർമൽ ആയിട്ടുള്ളതായിരിക്കും. ലീവ്സ് ഒക്കെ ഷൂട്ട് ഒക്കെ ഡിസോർഡഡ് ആയിട്ടുള്ള ഷൂട്ടും. ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു പ്ലാന്റ് പാത്തോളജിയിലെ സിംറ്റംസും അവിടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ആ ഒരു മൊഡ്യൂളിൽ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സ് അടുത്തൊരു 2 ക്ലാസ്സിനുള്ളിൽ തീർത്തേക്കാം.